ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സെൻട്രൽ സ്ക്വയർ മാളിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ ഒരു ബർത്ത്ഡേ ബാഷ് ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്ത പിള്ളേർക്കാണ് ഇവിടെ ഇൻവിറ്റേഷൻ കിട്ടിയേക്കുന്നത് കേട്ടോ. സാറ്റർഡേ ആയിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണോ എല്ലാവരും? ഒന്നും കേൾക്കുന്നില്ല. നല്ലൊരു കാര്യം കൊടുക്കാം. നമ്മുടെ ഫീമെയിൽ ക്യാരക്ടർ അല്ലേ വരുന്നേ. ഒരുപാട് സോ ലവ്ലി. ഇന്ന് നമുക്ക് ബർത്ത്ഡേ ബാഷ് ഇവിടെ ആഘോഷിക്കുമ്പോൾ nothing with our Grisa, അല്ലേ? യെസ്, നമ്മുടെ ഗ്രീസ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. വിത്ത് ഓൾ ദ ഇവന്റ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഈസ് വിത്ത് us, okay? യെസ്, താങ്ക് യു ഗ്രീസ. നമ്മൾക്ക് യു ഷുഡ് വിസിറ്റ് ലയാസ, okay? ബി ഗ്രേറ്റ്. ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഗ്രീസ നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞു എനിക്ക് വേദനിക്കണു, എന്നെ ഇടിക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആരിടിച്ചേ ഗ്രീസിനെ? അയ്യോ ഇടിച്ചു. ഇടിക്കല്ലേ കേട്ടോ, കെട്ടിപ്പിടിച്ചോ, ഇടിക്കല്ലോ. ഓക്കെ, മനസ്സിലായി. ഓക്കെ, കെട്ടിപ്പിടിച്ചോ കേട്ടോ. ഹഗ് ചെയ്തോ ഗ്രീസനെ, ഒന്ന് ഹഗ് ചെയ്തോ ഗ്രീസനെ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് ഒരു പൊടിക്കറിയിലുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളായിട്ട് നിൽക്കാല്ലേ. ഓക്കെ, ആരാണ് ഗ്രീസ്? Sudhana, how are you? How are you? I'm fine എന്നാണ് ഉദ്ദേശിച്ചത്. സയൻകുട്ടിന്റെ ബർത്ത്ഡേ എന്നാ? 26. എന്റെ പേരെന്താ? ഓക്കെ, ഷീന ആൻഡ് ഷാനവാസ്. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ഡൂയിങ് ഗ്രേറ്റ് വിത്ത് ദിസ് ബോയ് അല്ലേ? ഓക്കെ, എത്ര വയസ്സാണ് അവന്? 4 വയസ്സാണ്. ഓക്കെ, ഒരു ബേബി കൂടെ ഉണ്ട്. അത് ശരി. ഓക്കെ, ആൾക്കപ്പോൾ എത്ര? 1.5 months ആയിട്ടുള്ളൂ. ഓ ശരി. സോ യു ഫൈൻ അല്ലേ? യു ആർ സോ ഫൈൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയും ഒരു ന്യൂ ബോണിനെ കൊണ്ട് നമ്മുടെ സെൻട്രൽ സ്ക്വയർ മോളിന്റെ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. ഫോർ ദിസ് സെലിബ്രേഷൻ കൂടെ ഉള്ളതാരാണ്? വീഡിയോ പിടിക്കുന്നതാരോ? അനിയന. ഓക്കെ, ഹായ്. അപ്പൊ എല്ലാവർക്കും ബിഗ് താങ്ക് യു. പിന്നെ അത് ഉമ്മയാണോ? ഓക്കെ, ഉമ്മയ്ക്കും താങ്ക് യു. സോ നല്ലൊരു കൈഡ് നമ്മുടെ ഫാമിലി കൊടുക്കണ്ടേ. സയാൻ കുച്ചൻ, once again happy birthday. Thank you. Well clear അല്ലേ? Thank you so much. You can also join the guests. ഓരോ ഫാമിലി വൈസ് വെൽക്കം ചെയ്യാൻ വേണ്ടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെ ജൂണും ജൂലൈയിലും ബർത്ത്ഡേ ഉള്ള ഫാമിലീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുന്ന് അവർ തന്നത് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ജ്യൂസും പിന്നെ ഒരു ബർഗറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കേക്ക് കട്ടിങ്ങിന് വിളിക്കാൻ കേട്ടോ. Each one parent go please. ഒരു പേര് also amazing. വന്നിട്ടുണ്ട്. ഇപ്പൊ സോങ്ങിന്റെ വോളിയം നമ്മള് സൗണ്ട് കുറച്ച് വെച്ചത് എന്തിനാണെന്നറിയോ? ഹാപ്പി ബർത്ത്ഡേ നമുക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഉറക്കെ ഹാപ്പി ബർത്ത്ഡേ പാടുക. 1 2 3. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. Happy birthday dear little one. Happy birthday to you. നല്ലൊരു പാടി കൊടുക്കാം. Totally ഒത്തിരി സന്തോഷത്തോടെ കൂടി we are celebrating the birthdays of our little kids. യാദു ഇന്നലെ കേക്ക് കിട്ടും. യാദു കേക്ക് കൊണ്ടുവരാനൊക്കെ. സയാൻ ഹാപ്പി. Our main sponsor is Layaza in association with
Very good moment. Very happy. Okay, thank you so much. Next we have ഒരു റീചാർജ് പറയുമ്പോൾ ആമ്പിൾ ടൈം ടു ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒത്തിരി സമയം നിങ്ങളുടെ കിഡ്സിന് റൈറ്റ്സ് എൻജോയ് ചെയ്യാനുള്ള ഒരു ടൈം കൂടെ ഇതിൽ ആഡ് ചെയ്യാണ്. എനിക്ക് ഗിഫ്റ്റ് തന്നതിൽ താങ്ക് യു സോ മച്ച്. ഓക്കെ, നല്ലൊരു കാര്യം അങ്ങനെ കൊടുക്കട്ടെ. ഓക്കെ, പേരൻസിന് അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ബർഗറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് വൗച്ചറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു വൗച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും 2 റൈഡിൽ ഫ്രീ എൻട്രി ആയിരുന്നു. പിന്നെ ഈ റൈഡിൻ്റെ എൻട്രിയൊക്കെ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത് എക്സ്പയർ ആവും. അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങോട്ട് വന്നതല്ല എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ റൈഡിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഏതൊക്കെ റൈഡ് വേണമെന്ന്.
അങ്ങനെ വീട്ടിലെത്തി ഇത് അവിടെ നിന്ന് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ സയാൻ. അവിടെ നിന്ന് കിട്ടിയ ഒരു ഗെയിമാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് കിട്ടിയത് ഒരു കളറിംഗ് ബുക്കും ഒരു ക്രയോൺസ് പിന്നെ സ്റ്റോറി ബുക്കില്ലേ ബെഡ് ടൈം സ്റ്റോറി ബുക്കും പിന്നെ കിട്ടിയത് ഒരു ടീഷർട്ടുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ്. സൺഡേ ഉച്ച കഴിഞ്ഞിട്ട് അങ്കിളിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അതായത് ഉമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നായിരുന്നു ലഞ്ച് കഴിക്കുന്നുണ്ടായിരുന്നത്. നെയ്ച്ചോറും മട്ടൻ കറി. ലഞ്ച് കഴിക്കുന്ന വീഡിയോസൊന്നും കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ, കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് പേടിയുണ്ടോ? അവിടെ ഒരു പൂച്ചയുണ്ട് കേട്ടോ, ചിക്കു എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ഉമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ റംബൂട്ടാൻ ഇവിടെ അടുത്തൊരു വീട്ടിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോയത്. ഈ ഒരു വീടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ കൊല്ലം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് റംബൂട്ടാൻ പറിക്കുന്നതും ഒക്കെ ഉള്ളത്. അപ്പോൾ കിലോ 200 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ വന്ന് പറിക്കുന്നത് കാണാനൊക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് അപ്പോൾ പറിച്ച് തരാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പറിക്കുന്നതിൻ്റെ ഇടയിൽ സാമ്പിൾ കഴിച്ച് നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ട് എടുക്കാൻ പറയായിരുന്നു കേട്ടോ. സയൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനെ റംബൂട്ടാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ നിൽക്കാനാകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ അവന് റെഡ് കളറിലുള്ള ഫ്രൂട്ടാണ് ആയതെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതെന്താണ് ഗ്രീൻ തരാത്തത് എന്നൊക്കെയാണ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഇയർ വന്നപ്പോഴത്തേക്കും ഈ ഒരു ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ കണ്ടതും ഇപ്പോൾ അവിടെ നിൽക്കുന്നതും ഈ ചേച്ചിയുടെ 2 മക്കളാണ് കേട്ടോ. ഹാപ്പി ജയൻ? അങ്ങനെ അവിടെ നിന്ന് എല്ലാവർക്കും റംബൂട്ടാനൊക്കെ വാങ്ങിച്ചതിന് ശേഷം പ്ലെയിൻ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് കേട്ടോ, എയർപോർട്ടിൻ്റെ പുറകിൽ. അപ്പോൾ ഇവിടെ നിന്നും ഞങ്ങൾ വരുമ്പോൾ ആദ്യം തീരെ ആരും ഉണ്ടാവാത്തൊരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ നല്ല റഷായിട്ടുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പേര് വന്നു തുടങ്ങിയതാണ്. പിന്നെ ഇവിടെ കുറച്ച് കഫേയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനിതിന് മുൻപ് വന്നിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാലറിയാം അവിടെ തീരെ ആരും ഉണ്ടാവാത്തൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ കാറിടാൻ പോലും സ്ഥലമില്ല കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായതുകൊണ്ട് ഹസ്ബൻഡ് കാറിൻ്റെ മുകളിലിരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സയാനും ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് സയാനും കയറ്റി ഇരുത്തിയിട്ടുണ്ട്. നമ്മൾ പ്ലെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ പോലും പ്ലെയിൻ പോകുന്നത് നോക്കി നിൽക്കുന്നത് ഒരു പ്രത്യേക തരം ഫീലിംഗ് തന്നെയാണല്ലേ. എത്ര പേര് പ്ലെയിൻ പോകുന്നത് നോക്കി നിൽക്കാറുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ.
നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്